വിദേശികളായ രോഗികൾ അടയ്ക്കുവാനുള്ള 112 മില്യൺ പൗണ്ടിന്റെ ചികിത്സാ ബില്ല് എഴുതിത്തള്ളി ബ്രിട്ടനിലെ NHS ആശുപത്രികൾ. 2018 മുതൽ 2023 വരെയുള്ള കാലയളവിൽ NHSന്റെ വിവിധ ട്രസ്റ്റുകളുടെ കീഴിൽ ചികിത്സ തേടി വന്നവരുടെ ബില്ലാണ് എഴുതിത്തള്ളിയിരിക്കുന്നത്. പല വിധേനയും ബില്ല് ഈടാക്കാൻ ശ്രമിച്ചുവെങ്കിലും സാധിക്കാതെ വന്ന സാഹചര്യത്തിലാണ് ഇത്രയും വലിയൊരു തുക വേണ്ടെന്ന് വെക്കാൻ ട്രസ്റ്റുകൾ തീരുമാനിച്ചത്. അന്വേഷണത്തിൽ പല രോഗികൾക്കും ബില്ലടയ്ക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ കൂടിയാണ് ഈ തുക എഴുതിത്തള്ളുവാൻ ട്രസ്റ്റുകൾ തീരുമാനമെടുത്തത്. ബ്രിട്ടനിൽ സ്ഥിരതാമസക്കാരല്ലാത്ത എല്ലാവരുടെയും പക്കൽ നിന്ന് അടിയന്തരമല്ലാത്ത എല്ലാ ചികിത്സയ്ക്കും പണം ഈടാക്കണമെന്നാണ് NHSന്റെ നിയമം. ഇത് ശരിയല്ല എന്ന് വാദിക്കുന്നവരും ഏറെയാണ്. ടൂറിസ്റ്റുകളായും ബിസിനസ് ആവശ്യങ്ങൾക്കും മറ്റുമെത്തി ആവശ്യമായ ഇൻഷുറൻസ് പരിരക്ഷയില്ലാതെ ചികിത്സ തേടുന്നവർ പണമടയ്ക്കാതെ മടങ്ങുന്നത് സ്ഥിരം പരിപാടിയാണ്. പലരും ഇൻഷുറൻസ് നമ്പറും മറ്റും നൽകി മടങ്ങുമെങ്കിലും പണം ആവശ്യപ്പെടുന്ന ഘട്ടം എത്തുമ്പോൾ ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. വിദേശ രാജ്യങ്ങളിലെ വിലാസത്തിൽ ബന്ധപ്പെടുമ്പോൾ പണം അടയ്ക്കാൻ നിവൃത്തിയില്ല എന്ന് പറയുന്നവരും ഏറെയുണ്ട്. ലണ്ടനിലെ പ്രധാനപ്പെട്ട 32 ആശുപത്രികളിൽ മാത്രം ഇത്തരത്തിലുള്ള 5 വർഷത്തെ ബില്ല് 223 മില്യൺ പൗണ്ടാണ്. ഇതിൽ 112 മില്യൺ പൗണ്ടാണ് തിരിച്ചു കിട്ടാൻ ഒരു സാധ്യതയും ഇല്ലാത്തതിനാൽ എഴുതി തള്ളിക്കളയുന്നത്. വിദേശികൾക്ക് ബ്രിട്ടനിലെ എല്ലാ ആശുപത്രികളിലും അടിയന്തര ഘട്ടത്തിൽ ചികിത്സ സൗജന്യമാണ്. ഇതിനു പുറമെയുള്ള മറ്റ് ചികിത്സകൾക്ക് മാത്രമാണ് ട്രസ്റ്റുകൾ തുക ഈടാക്കുക. ഇത് NHSന്റെ സാധാരണ ചികിത്സാ ചെലവിനേക്കാൾ 50% കൂടുതലുമായിരിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് ചാർജും മറ്റും കണക്ക് കൂട്ടിയാണ് ഇത്തരത്തിൽ 50% തുക അധികം ഈടാക്കുന്നത്. ചികിത്സ കഴിഞ്ഞ രോഗികൾ വിദേശത്തേക്ക് മടങ്ങിയാൽ പിന്നെ ഈ തുക പിരിച്ചെടുക്കുക ശ്രമകരമായ ദൗത്യമാണ്. ഇതും ബില്ല് കൂട്ടാൻ പ്രേരണയാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.